ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട IPL എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് കീഴടക്കി മുംബൈ ഇന്ത്യൻസ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഞായറാഴ്ച നടന്ന രണ്ടാം ക്വാളിഫയർ ഫൈനൽ ബർത്തിനായി മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സിനും നേരിടും. ഗുജറാത്തിനായി സായി സുദർശനും വാഷിംഗ്ടൺ സുന്ദറും പുറത്തെടുത്ത പോരാട്ടം പാഴായി. 49 പന്തിൽ നിന്ന് ഒരു സിക്സും 10 ഫോറും അടക്കം 80 റൺസ് എടുത്ത സുദർശനാണ് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോർ. മുംബൈ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഗുജറാത്തിന് ഇന്നിംഗ്സിലെ 4-ാം പന്തിൽ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് നഷ്ടമായി. എന്നാൽ 2-ാം വിക്കറ്റിൽ ഒന്നിച്ച സായി സുദർശൻ കുശാൽ മെൻഡിസ് സഖ്യം 64 റൺസ് ചേർത്തോടെ ഇന്നിംഗ്സ് വീണ്ടും ട്രാക്കിലായി. എന്നാൽ 7-ാം ഓവറിൽ മിച്ചൽ സാന്റ്നറിന്റെ പന്തിൽ മെൻഡിസ് ഹിറ്റ് വിക്കറ്റായി പുറത്തായത് വീണ്ടും ഗുജറാത്തിന് തിരിച്ചടിയായി. 10 പന്തിൽ നിന്ന് 2 സിക്സും 1 ഫോറും അടക്കം 20 റൺസ് എടുത്താണ് മെൻഡിസ് മടങ്ങിയത്. പിന്നാലെ 3-ാം വിക്കറ്റിൽ സുദർശന് കൂട്ടായി വാഷിംഗ്ടൺ സുന്ദർ എത്തിയോടെ ഗുജറാത്ത് ഇന്നിംഗ്സ് ടോപ്പ് ഗിയറിലോട്ട് വീണ്ടും കയറി. 84 റൺസ് എടുത്ത ഈ സഖ്യം ഗുജറാത്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ 14-ാം ഓവറിൽ ജസ്പ്രീത് ബുംറയെ കൊണ്ടുവന്ന് ഹാർദിക് പാണ്ഡ്യ ഈ കൂട്ടുകെട്ട് പൊടിച്ചു. 24 പന്തിൽ നിന്ന് 3 സിക്സും 5 ഫോറും അടക്കം 48 റൺസ് എടുത്ത് സുന്ദറിന്റെ കുറ്റി തെറിപ്പിച്ച ബുംറ ക്യാപ്റ്റന്റെ വിശ്വാസം കാക്കുകയും ചെയ്തു. പിന്നാലെ 16-ാം ഓവറിൽ റിച്ചാർഡ് ഗ്ലീൻസന്റെ പന്തിൽ സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ച സുദർശൻ പുറത്തായതോടെ ഗുജറാത്ത് വീണ്ടും പ്രതിരോധത്തിലായി. പിന്നീട് എത്തിയ ഷെർഫൈക്ക് റൂദർഫോർഡും രാഹുൽ തെവാടിയും മികച്ച ഷോട്ടുകൾ പുറത്തെടുത്തോടെ ഗുജറാത്ത് വീണ്ടും പ്രതീക്ഷ കൈവന്നു. എന്നാൽ 15 പന്തിൽ നിന്ന് 24 റൺസ് റൂദർഫോർഡിനെ 19-ാം ഓവറിൽ ട്രെന്റ് ബോൾട്ട് മടക്കിയോടെ വീണ്ടും കളി തിരിഞ്ഞു. ഗ്രീനും അശ്വിനി കുമാറും ചേർന്നെറിഞ്ഞ അവസാന ഓവറിൽ ഗുജറാത്തിന് ജയിക്ക് 24 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ക്രീസിലുണ്ടായിരുന്ന രാഹുൽ തെവാഡിയയ്ക്കും ഷാരൂഖ് ഖാനും 3 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. പേശിവലവ് കാരണം ഓവറിൽ 3 പന്തുകൾ മാത്രമേ ഗ്ലീസൺ എറിഞ്ഞുള്ളൂ. തെവാഡിയ 11 പന്തിൽ നിന്ന് 16 റൺസും ഷാരൂഖ് 7 പന്തിൽ നിന്ന് 13 റൺസും നേടി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് എടുത്തത്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ രോഹിത് നൽകിയ 2 ക്യാച്ചുകൾ കൈവിട്ടത് ഗുജറാത്തിന് വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. തുടക്കത്തിൽ അല്പം പതറിയെങ്കിലും 50 പന്തിൽ നിന്ന് 81 റൺസ് എടുത്ത രോഹിതാണ് മുംബൈയുടെ ടോപ്പ് സ്കോർ. 4 സിക്സും 9 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. രോഹിത്, ജോണി ബെയർസ്റ്റോ ഓപ്പണിംഗ് സഖ്യം തകർപ്പൻ തുടക്കമാണ് മുംബൈക്ക് നൽകിയത്. 44 പന്തിൽ നിന്ന് 84 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചത്. ബെയർസ്റ്റോ ആയിരുന്നു തുടക്കത്തിൽ കൂടുതൽ അപകടകാരി. 22 പന്തിൽ നിന്ന് 3 സിക്സും 4 ഫോറും അടക്കം 47 റൺസ് എടുത്ത ബെയർസ്റ്റോയെ മടക്കി സായി കിഷോറാണ് ഗുജറാത്തിന് ആശ്വാസമേകിയത്. പിന്നാലെ സൂര്യകുമാർ യാദവിനെ കൂട്ടുപിടിച്ച് രോഹിത് 59 റൺസ് മുംബൈ സ്കോറിലേക്ക് ചേർത്തു. 13-ാം ഓവറിൽ സായി കിഷോർ തന്നെ ഈ കൂട്ടുകെട്ടും പൊളിച്ചു. 20 പന്തിൽ നിന്ന് 33 റൺസായിരുന്നു സൂര്യയുടെ സമ്പാദ്യം. 3 സിക്സും 1 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. 11 പന്തിൽ നിന്ന് 3 സിക്സ് അടക്കം 25 റൺസ് ചെയ്ത തിലക് വർമ്മയും ഭേദപ്പെട്ട സംഭാവന നൽകി. അവസാന ഓവർ തകർത്തെറ്റി ഹാർദിക് പാണ്ഡ്യ വെറും 9 പന്തിൽ നിന്ന് 3 സിക്സും അടക്കം 22 റൺസോടെ പുറത്താകാതെ നിന്നു.